ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിൻ്റെ 26ാം ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു പരിശീലനം ഉണ്ടല്ലോ, ഒരു രസകരമായിട്ടുള്ള പരിശീലനമാണ്. കാര്യം എന്താ, നമ്മളെല്ലാവരും ഈ മിസ്റ്റേക്കുകളൊക്കെ വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ വിഷമിച്ചിട്ട് ഒരു മൂലയിൽ പോയിരിക്കും. ദൈവമേ, ഞാൻ ഈ തെറ്റൊക്കെ ചെയ്തല്ലോ, എൻ്റെ ജീവിതം പോയല്ലോ എന്നൊക്കെ ഓർത്തിട്ടല്ലേ. എത്ര പേർക്ക് അങ്ങനെയുണ്ട്? നമ്മൾ ചിലപ്പോൾ ഒരു ബിസിനസ് തുടങ്ങിയതാവാം, എന്നിട്ട് ചിലപ്പോൾ നമ്മളുടെ കാശ് മൊത്തം പോയതായിരിക്കാം. അല്ലെങ്കിൽ നമ്മളൊരു ജോലിയിൽ പോയി കയറി, നമ്മൾക്ക് ഓൾമോസ്റ്റ് അത് വെച്ചിട്ട് ഒരു പുരോഗതി ഉണ്ടായില്ല, നമ്മളുടെ സമയം പോയി. നമ്മളൊരാൾക്ക് കാശ് കടം കൊടുത്തു, പക്ഷേ അയാളിപ്പോൾ നമ്മളൊരു കണ്ടു കഴിഞ്ഞാൽ മിണ്ടുക പോലും ഇല്ല. ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നമ്മൾ വരുത്തിയ തെറ്റുകളുണ്ടല്ലോ, കുറേ ഉണ്ടാവും അല്ലേ. പക്ഷേ ഈ ഓരോ തെറ്റുകളെയും അനുഗ്രഹങ്ങളാക്കി മാറ്റാനുള്ള പ്രാക്ടീസാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത്. എത്ര പേര് എക്സൈറ്റഡ് ആണ്? അപ്പോൾ അങ്ങനെ എക്സൈറ്റഡ് ആണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തൂ കേട്ടോ. കാര്യം ഞാൻ എപ്പോഴും ഓൾമോസ്റ്റ് ഈ ഒരു പ്രാക്ടീസ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാനിതിങ്ങനെ ഓൾമോസ്റ്റ് ഒരു ശീലിക്കാൻ തുടങ്ങിയത്. പക്ഷേ ആ ശീലം ശരിക്കും എൻ്റെ ജീവിതത്തിൽ വരുത്തിയൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക് ഈ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഭയങ്കര അനുഗ്രഹമായിട്ട് ചിന്തിക്കുന്ന ലെവലിലേക്ക് എൻ്റെ ബ്രെയിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു മൈൻഡിനെ തന്നെ റീറൈറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ തെറ്റുകൾ വരുമ്പോൾ നമ്മൾ പേടിക്കാത്തൊരു സ്വഭാവം, അല്ലെങ്കിൽ അതിലൊരു നന്മ കാണുന്ന ഒരു സ്വഭാവമൊക്കെ വന്നപ്പോഴുണ്ടല്ലോ ഭയങ്കര സന്തോഷമാണ് ഇപ്പോഴും. കാരണം ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഒരു തെറ്റും പറ്റിയില്ലെങ്കിൽ നമ്മുടെ ജീവിതം ഉണ്ടല്ലോ നമ്മളൊന്നും പഠിക്കണില്ല, നമ്മൾ ഒരിക്കലും മിടുക്കന്മാരാവില്ല. കാര്യം നമ്മളെ എപ്പോഴും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താ, പെയിനിൽ നിന്നാണ് നമ്മൾ പഠിക്കണേ. സന്തോഷമുള്ള ഏതെങ്കിലും കാര്യത്തിൽ നമ്മൾ എന്തെങ്കിലും പഠിക്കണുണ്ടോ? സത്യസന്ധമായിട്ട് പറഞ്ഞാൽ സന്തോഷത്തിൽ ഒരു കാര്യവും പഠിക്കണില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്കുകളില്ലേ, ആ മിസ്റ്റേക്കുകളിൽ നിന്ന് പഠിക്കുന്ന പഠിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും മറക്കാത്ത പഠിത്തം പഠിക്കുന്നത് സത്യത്തിൽ തെറ്റുകളിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? തെറ്റുകൾ വരുമ്പോഴത്തേക്കും അതിനെ നമുക്കൊരു ബ്ലെസ്സിങ് ആയിട്ട് നമ്മൾ കാണണം. അതിന് നമ്മൾ എന്താ പഠിക്കേണ്ടതെന്ന് മാത്രം നമ്മൾ ഉൾക്കൊള്ളണം. ആ തെറ്റുകൾ വരുത്തിയ മനുഷ്യരെ നമ്മൾ ക്ഷമിക്കണം. അവരുടെ കയ്യിൽ നിന്ന് വന്ന ആ പാഠങ്ങളെ നമ്മൾ ഉൾക്കൊള്ളണം. എന്നിട്ട് നമ്മൾ അത് ആവർത്തിക്കാതിരിക്കാനായിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ഗോൾഡൻ ലിപിയിൽ, തങ്ക ലിപിയിൽ എഴുതി വെക്കണം. കാരണം എൻ്റെ മിസ്റ്റേക്കുകൾ, എന്നെ പറ്റിച്ചിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പല പല ജോലിക്കാർ, പല പല ബിസിനസ് അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ, ഇങ്ങനെ ഒത്തിരി ആൾക്കാർ, ഭയങ്കര ബന്ധം എന്നൊക്കെ പറഞ്ഞിട്ട് കൂടെ നിന്നിട്ട് ചതിച്ച ആൾക്കാർ, ഇങ്ങനെ ഇഷ്ടംപോലെ മെമ്മറീസ് ഉണ്ട്. പക്ഷേ ഈ മെമ്മറീസൊക്കെ ആ ഒരു ചെറുപ്പകാലത്തിൽ തന്നെ തന്നതുകൊണ്ട് എനിക്കൊരു ഗുണമുണ്ടായി. എന്താണെന്നറിയാമോ? എനിക്ക് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ശരി, എന്താണ്, എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കാനും ഓരോ മനുഷ്യരെയും മനസ്സിലാക്കി ജീവിക്കാനുമായിട്ടുള്ള ഒരു ആർജവം തന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആ ഒരു കാര്യം നേടിയത് കൊണ്ട് ഇപ്പം എന്താ ഗുണം എന്ന് പറഞ്ഞാൽ, ഏത് സ്ഥലത്തും എവിടെ ബൗണ്ടറി വെക്കണം എന്നും, എങ്ങനെ ആൾക്കാരോട് പെരുമാറണം എന്നും, എങ്ങനെ എൻ്റെ ജീവിതം ജീവിക്കണം എന്നുള്ളതും എനിക്കിപ്പോൾ നല്ല തിരിച്ചറിവോടെ ജീവിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളിപ്പോൾ ഒരു വണ്ടിയായിട്ട് അങ്ങ് മൂവ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ നല്ല സ്പീഡിൽ വണ്ടി ഓടിച്ചു. ആ വണ്ടി ഓടിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ഓൾമോസ്റ്റ് വണ്ടി നിർത്താതെ പോവുകയാണ്. അപ്പം നിങ്ങൾ ഓൾമോസ്റ്റ് ആ ഒരു വണ്ടി നിർത്താതെ പോണ സത്യത്തിൽ തെറ്റാണ്. പക്ഷെ ആ തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പുറകെ ഒരു പോലീസുകാരൻ വന്നു. ആ പോലീസുകാരൻ വന്ന് നിങ്ങളെ കഷ്ടപ്പെട്ട് വന്ന് പിടിച്ചു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണു? എന്നിട്ട് അയാൾ നിങ്ങൾക്ക് ഫൈൻ ഇട്ടു. പക്ഷെ എന്നിട്ട് നിങ്ങൾ ആ പോലീസുകാരനെ ചീത്ത പറയുവാണെങ്കിൽ അത് നല്ലതാണോ? സത്യത്തിൽ അവിടെ തെറ്റ് ചെയ്തത് നിങ്ങൾ മാത്രമാണ്. കാര്യം എന്താ, നിങ്ങൾക്കറിയാം ഇവിടുത്തെ ട്രാഫിക് നിയമങ്ങൾ പാലിക്കേണ്ടത് ഏതൊരു പൗരൻ്റെയും ജോലിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യണം. എന്നിട്ട് അതിന് പറയുന്ന പിഴ കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ ആ തെറ്റ് നമ്മൾ ചെയ്തേച്ചും ഓൾമോസ്റ്റ് നമ്മൾ അതിൻ്റെ ഒരു ബലം ഉണ്ടാക്കി നമ്മൾ പിന്നെ ജയിലിൽ, അല്ലെങ്കിൽ അവർ പിടിച്ച് ജയിലിൽ കൊണ്ടുപോയിട്ട്, അല്ലെങ്കിൽ അവർ പിടിച്ച് 2 ഇടി തന്നു എന്ന് പറഞ്ഞിട്ട് അവരെ ചീത്ത പറയണതിൽ വല്ല കാര്യമുണ്ടോ? നമ്മളായിട്ട് വരുത്തിയൊരു കാര്യമാണ്. പക്ഷെ അപ്പോൾ നമ്മൾ അതിൽ നിന്ന് പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ തെറ്റുകളിൽ നിന്ന് പഠിക്കണം. നമ്മളെപ്പോഴും വണ്ടി ഓടിക്കേണ്ട ആ ലിമിറ്റിൽ തന്നെ ഓടിക്കണം. നമ്മൾ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ട് പോകേണ്ടതെന്നുള്ളൊരു നിയമങ്ങൾ തന്നെ നമ്മൾ വെക്കണം. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ഇനി മുതൽ വളരെ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് പെരുമാറാനായിട്ടും റോഡിലൊക്കെ മറ്റുള്ളവരെ ബഹുമാനിച്ചും വളരെ ശ്രദ്ധയോടെ ഓടിക്കുന്ന ലെവലിലേക്ക് നമ്മൾ മാറുക ചെയ്യേണ്ടത്.
അപ്പം അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിക്കും? ഓരോ തെറ്റുകളും നമ്മൾക്ക് പുതിയ പുതിയ തിരിച്ചറിവുകൾ തരികയും നമ്മുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും ആ തെറ്റുകൾ ചെയ്യാതെ പോകാനായിട്ടുള്ള ഒരു ശീലം നമുക്ക് കൊണ്ടുവരാനും പറ്റും. അപ്പോൾ നമ്മൾക്ക് ഈ തെറ്റുകൾ എന്ന് പറയുന്നത് അനുഗ്രഹങ്ങളല്ലേ. അപ്പോൾ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തിയ ഒരു 7 തെറ്റുകളെ പറ്റി നിങ്ങൾ ചിന്തിക്കുക. വലിയ തെറ്റോ ചെറിയ തെറ്റോ എന്തോ ആവട്ടെ, നിങ്ങൾ ആ ചിന്തിക്കുന്ന തെറ്റ് നിങ്ങളിങ്ങനെ ഓർക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വിഷമിക്കുന്ന ഒരു ചിന്തയായിരിക്കും. ആ തെറ്റിനെ എടുത്തിട്ട് ആ തെറ്റ് വരുത്തിയ ആളോട് ചിലപ്പോൾ ദേഷ്യപ്പെടലോ അല്ലെങ്കിൽ അവരോട് ഭയങ്കര ഇഷ്ടക്കേടൊക്കെ ആയിട്ടായിരിക്കും ഇപ്പോഴും നമ്മൾ ചിന്തിക്കണേ. പക്ഷേ അവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ആൾക്കാർ കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ഒത്തിരി അധികം ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടാകും. ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ് തന്നെ ആ ആളുകൾ അന്ന് ചെയ്ത ദ്രോഹം കൊണ്ട് നിങ്ങളുടെ ബിസിനസ് പോലും നിർത്തേണ്ടി വന്നിട്ടുണ്ടാവാം. പക്ഷേ ആ ബിസിനസ് നിന്ന് പോയത് കൊണ്ട് നിങ്ങൾക്ക് ഇന്ന് ഒത്തിരി അനുഗ്രഹം വന്നിട്ടുണ്ട്. കാര്യം എന്താ? ആ ആൾ വന്ന് ദ്രോഹം ചെയ്തിട്ടാണ് നിങ്ങളുടെ ആ ബിസിനസ് പൂട്ടിച്ചത്. പക്ഷേ എങ്കിൽ പോലും അതിൽ നിന്ന് നിങ്ങൾക്കൊരു കാര്യമുണ്ട്. നിങ്ങളൊരു പുതിയ മാർഗം കണ്ടുപിടിച്ചു. നിങ്ങൾ അതിനേക്കാൾ നന്നായിട്ട് ജീവിക്കാനായിട്ടുള്ള ഒരു ജീവിത വഴി തന്നെ നിങ്ങളിന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അന്നത്തെ മാർഗത്തേക്കാൾ നല്ല മാർഗത്തിലാണ് നിങ്ങളിന്ന് ജീവിക്കുന്നത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച്, അയാൾ ചെയ്ത തെറ്റ് ഇന്ന് നിങ്ങളുടെ അനുഗ്രഹമല്ലേ? നിങ്ങളുടെ ഭാവി ഏറ്റവും മികച്ചതാക്കാനായിട്ടല്ലേ അന്ന് അവർ അനുഗ്രഹമായത്? അപ്പോൾ അവരോട് നമുക്ക് നന്ദി പറഞ്ഞൂടെ? അങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ മാജിക്കലി കുറേ ആൾക്കാർ ദ്രോഹിച്ചിട്ട് ഇന്ന് അനുഗ്രഹമാക്കിയ ആൾക്കാരെ എന്ന് ചിന്തിച്ചിട്ട് അവർക്കൊന്ന് നന്ദി പറഞ്ഞേ. ആ അനുഗ്രഹങ്ങൾ അങ്ങനെ അർപ്പിക്കാൻ തുടങ്ങുമ്പോഴുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ മാജിക്കൽ ചേഞ്ചസ് വരും കേട്ടോ. അപ്പോൾ ഈ പ്രാക്ടീസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് വളരെയധികം ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഈ ശ്രദ്ധിച്ചിട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ലൈഫിൽ ഒത്തിരി വ്യത്യാസം കൊണ്ടുവരാൻ പറ്റും. ഞാൻ വളരെയധികം സന്തോഷത്തോടെ ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ്. പക്ഷേ ഈ പ്രാക്ടീസുകൾ എൻ്റെ ഒരു ജീവിതത്തിൽ ഒത്തിരി നല്ല രീതിയിൽ ചേഞ്ചസ് കൊണ്ടുവരാനും എന്തിനേയും ഒരു ബ്ലെസ്സിങ് ആയിട്ട് കാണാനായിട്ട്, എന്ത് മിസ്റ്റേക്ക് സംഭവിച്ചാലും ഏതൊരാൾ എന്ത് ചെയ്താലും അതിനെയൊക്കെ അനുഗ്രഹമാക്കി മാറ്റുന്ന ലെവലിലേക്ക് മാറ്റാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു പോയ മോശമായി കാണുന്ന ഏതെങ്കിലും ഒരു കാര്യം എടുത്തിട്ട് അതിനെ ശരിക്കും പറഞ്ഞാൽ ഈ മാന്ത്രിക പരിശീലനം കൊണ്ട് നിങ്ങൾ അതിനെ ഒരു അനുഗ്രഹമാക്കി മാറ്റാനായിട്ടുള്ള ആ പ്രാക്ടീസ് ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് ചേഞ്ചസ് നിങ്ങൾ വന്നിട്ട് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യണ പോലെ 10 അനുഗ്രഹങ്ങൾ എഴുതുക. അതിന് ശരിക്കും പറഞ്ഞാൽ നന്ദി നന്ദി എന്ന് പറയുക. എഗെയിൻ നമ്മൾ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് മാന്ത്രിക കല്ലെടുക്കുക. ആ ഇന്ന് സംഭവിച്ച ഏറ്റവും നല്ല കാര്യത്തിന് മാന്ത്രിക വാക്കായ നന്ദി 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 എന്ന് മനസ്സ് തുറന്ന് ഹൃദയപൂർവ്വം പറഞ്ഞിട്ട് വളരെ സന്തോഷത്തോടെ 26ാമത്തെ ആ ഒരു പ്രാക്ടീസ് അവസാനിപ്പിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ ഉറങ്ങുക. വീണ്ടും അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഈ വീഡിയോ എവരി ഡേ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും ഒപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയധികം മാജിക്കൽ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് എന്നും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉറച്ചു നിൽക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും അഭിനന്ദിക്കുന്നു. നിങ്ങളെല്ലാവരും അത്ര അടിപൊളിയാണ്. നിങ്ങളുടെ ജീവിതവും ഒത്തിരി അധികം അനുഗ്രഹമുള്ള നല്ലൊരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡ്രീം ലൈഫ് ആകട്ടെ എന്ന് പ്രാർത്ഥനയോടെ ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.